അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആയുഷ്കാലം എന്നുള്ള സിനിമയിലാണ്. ഒരു 10-15 വർഷത്തെ അനുഭവം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സുഖമല്ലാതെ വന്ന് ഈ അമ്മയുടെ പ്രോഗ്രാമിനെല്ലാം എല്ലാ പരിപാടിക്കും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം പഴയ കൂട്ടുകാരോടൊക്കെ എല്ലാം മർമ്മമായിട്ട് തന്നെ ഇടപഴകുകയും വളരെ സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളും എവിടെയും തുറന്നു പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എല്ലാവരെക്കുറിച്ചും തമാശകൾ പറയുന്നതിനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയ്ക്കും കേരളക്കരയ്ക്കും മലയാളികളുള്ള എല്ലാവർക്കും തന്നെ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുന്നു. അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ അർപ്പിക്കുന്നു. ഈ അവസാന സന്ദർഭത്തിൽ അമ്മയുടെ പ്രോഗ്രാമിൽ വെച്ചാണ് കണ്ടതെന്നല്ലേ സലീംക്ക് പറഞ്ഞത്? എപ്പോഴാണ് കണ്ടത്? ലാസ്റ്റ് അമ്മയുടെ കുടുംബസംഗമത്തിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളോട് പല പ്രാവശ്യമായിട്ട് പറയാറുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരണം, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എപ്പോഴും അഭിനയ ഘട്ടത്തിലൊക്കെ